രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനക്കേസിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ സോഷ്യൽ മീഡിയയിൽ അവഹേളിച്ചവരെ സംരക്ഷിക്കാനൊരുങ്ങി മറുവിഭാഗം നേതാക്കൾ. വനിതാ നേതാക്കളെ അടക്കം അപമാനിച്ചവരെ ഒഴിവാക്കരുതെന്ന ആവശ്യവുമായി ചിലർ ഹൈക്കമാൻഡ് പ്രതിനിധിയെ കണ്ടു. ഇതിന് ചരട് വലിക്കുന്നത് ഒരു വനിതാ നേതാവ് തന്നെയെന്നും കോൺഗ്രസിൽ ആക്ഷേപം ശക്തമാണ്. പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാടെടുത്ത നേതാക്കളെയാണ് സോഷ്യൽ മീഡിയയിൽ ഡിജിറ്റൽ മീഡിയ സെൽ അംഗങ്ങൾ തന്നെ അപമാനിച്ചത്. ഇവരെ ഒഴിവാക്കണമെന്നായിരുന്നു KPCC അധ്യക്ഷനടക്കം പ്രഖ്യാപിച്ചത്. വി.ഡി. സതീശൻ ഇവർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കുന്ന നേതാക്കളുടെ പ്രഖ്യാപനം ഇതുവരെ നടപ്പായില്ല. വനിതാ നേതാക്കളെ അടക്കം അപമാനിച്ചവരെ ഒഴിവാക്കരുതെന്ന ആവശ്യവുമായി ഹൈക്കമാൻഡ് പ്രതിനിധിയെ ചിലർ കണ്ടുവെന്നാണ് വിവരം. ഇതിന് ചരട് വലിക്കുന്നത് ഒരു വനിതാ നേതാവ് തന്നെയെന്നും കോൺഗ്രസിൽ ആക്ഷേപം ശക്തമാണ്. വ്യക്തിഹത്യാരോപണം നേരിടുന്ന ജിജോ മാത്യു, റെനീഷ് തുരുത്തിക്കാടൻ, ഷാനവാസ് താഹ, സന്ദീപ് വാഴക്കാടൻ, നാസർ പട്ടിത്തടം തുടങ്ങിയവരെ സംരക്ഷിക്കാൻ മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള വനിതാ നേതാവ് നീക്കം നടത്തുകയാണെന്നാണ് ദേശീയ നേതൃത്വത്തെ ഒരു വിഭാഗം പരാതി അറിയിച്ചിരിക്കുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ DMC പുനഃസംഘടിപ്പിക്കണമെന്ന് KPCC നേതൃത്വം നിലപാടെടുത്തിട്ടും തീരുമാനം നടപ്പിലാക്കുന്നതിന് ബോധപൂർവം തടസ്സം സൃഷ്ടിക്കുകയാണെന്നാണ് വിമർശനം. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയ വിഭാഗം പിരിച്ചുവിടാൻ യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം കാണിച്ച ധൈര്യം DMCയുടെ കാര്യത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന വിമർശനമാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും നേതാക്കൾ പറയുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.